ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. അഹമ്മദാബാദിൽ ബോയിങ് 787 ഡ്രീം ലൈൻ എന്ന് പറഞ്ഞൊരു വിമാനം തകർന്നു വീണ് ആ വിമാനത്തിലുള്ള സകല ആൾക്കാരും മരിച്ചു. നമ്മുടെ ബി.ജെ.പിയുടെ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണി ഉൾപ്പെടെയുള്ളവർ മരിച്ചവരുടെ കൂട്ടത്തിൽ പെടുന്നു. 242 പേരാണ് മരണപ്പെട്ടത്. ആകെ ഒരാൾ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. പോരാത്തതിന് ഇതിൽ ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം 243 അല്ല മരണം, 292 എന്ന് പറയപ്പെടുന്നു. കാരണം ആ വിമാനം തകർന്നു വീണത് ഒരു ജനവാസ മേഖലയിലാണ്. BG മെഡിക്കൽ ഹോസ്റ്റലിന്റെ മുകളിലേക്കാണ് ആ വിമാനം വീണത്. തൽക്ഷണം 8 കുട്ടികൾ അവിടെ വെന്തു മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നു. പക്ഷെ നമ്മുടെ ചർച്ചകൾ പല വഴിക്ക് പോകുന്നുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു, ഈ വിമാനം എങ്ങനെ തകർന്നു വീണു എന്നുള്ളതാണ് ഇപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള ചർച്ച. കേന്ദ്രം പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നറിയുന്നു. ഒന്ന്, എഞ്ചിൻ തകരാറാണ്. പിന്നെ അത് മാത്രമല്ല വേറെ അതുപോലുള്ള 5 ടെക്നിക്കൽ സംഭവങ്ങളാണ്. എനിക്കത് പെട്ടെന്ന് പിടികിട്ടുന്നില്ല എന്താണെന്ന്. അങ്ങനെയുള്ള 5 കാര്യങ്ങളിലേക്ക് കേന്ദ്രം പോകുന്നുണ്ട്. പോരാത്തതിന് വേറെ രീതിയിലോട്ട് ചർച്ചകൾ പോകുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിലൊരു ദുരൂഹതയുണ്ട് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടെങ്കിൽ അതുകൂടെ അഡ്രസ് ചെയ്യപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു. നമ്മുടെ വിമാനത്താവളങ്ങളുടെ ബേസ്മെന്റുകളിൽ തുർക്കിയുടെ സെൽബി എന്ന് പറയുന്ന ഒരു കമ്പനി പ്രവർത്തിച്ചിരുന്നു എന്ന് പോലും നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് അറിയാൻ സാധിച്ചത്. ആ കമ്പനിയൊക്കെ നമ്മൾ കെട്ടുകെട്ടിച്ചു. അപ്പോൾ ആ വഴിക്ക് ജനങ്ങളുടെ ചിന്ത പോകുന്നതിൽ തെറ്റൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വിമാനം 1 മാസം മുമ്പ് തന്നെ ഇതേ വിമാനം സെയിം വിമാനം എഞ്ചിൻ പ്രശ്നങ്ങൾ കൊണ്ട് എന്താണ് അവർ ആ സമയത്ത് എടുത്തില്ല എന്ന് പറഞ്ഞാൽ റദ്ദാക്കിയിരുന്നു. 2 മണിക്കൂറായി ആൾക്കാരെ ബോർഡ് ചെയ്യിച്ചിരുന്നില്ല. ബോർഡ് ചെയ്ത ആൾക്കാർ അകത്ത് കയറിയപ്പോൾ 2 മണിക്കൂർ AC ഇടാതെ അവർ അകത്തിരുത്തി. അടുത്ത കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം പറയുന്നു വിമാനത്തിന്റെ എഞ്ചിന് തകരാറുണ്ട്, അതുകൊണ്ട് യാത്ര നടക്കില്ല എന്ന് പറയുന്നു. അപ്പൊ ജനങ്ങൾ രോഷം പ്രകടിപ്പിക്കുന്നു, അവർക്ക് റീഫണ്ട് കൊടുക്കുന്നു. പക്ഷെ അവരുടെ സകല ഷെഡ്യൂളുകളും തെറ്റിപ്പോയി. അപ്പൊ അങ്ങനെ ഒരു ചരിത്രം കൂടുള്ള ഒരു വിമാനമാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഈ വിമാനം അന്നേ നിങ്ങൾ ഈ വിഷയം ഗൗരവത്തിൽ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവം ഉണ്ടായിരിക്കില്ല എന്നൊരു ആക്ഷേപം വേറൊരു സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഈ ബോയിങ് വിമാനം ആയതുകൊണ്ട് തന്നെ ആ വിദേശ കമ്പനി വരെ നമ്മുടെ രാജ്യത്ത് എത്തിയിട്ടുണ്ട്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഈ ഇടയ്ക്ക് 2 കപ്പൽ തകരാറിലായി. ഒരു കപ്പലിന് തീ പിടിച്ചു, ഒരു കപ്പൽ സമ്പൂർണ്ണമായിട്ട് മുങ്ങിപ്പോയി. ഇപ്പൊ ഇതാ ഒരു വിമാന ദുരന്തം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഈ ഒരു സംഭവം ഉണ്ടായി. എങ്കിലും ഇതിൽ ദുരൂഹത ആരോപിക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളിൽ എവിടെയോ ഒരു കഴമ്പില്ലേ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാരണം ഈ വിമാനം പറന്നുയർന്ന ഉടനെ തന്നെ താഴെ വീണ് തകർന്നടിയുകയായിരുന്നു. 1,25,000 ലിറ്റർ ഇന്ധനമാണ് ഈ വിമാനത്തിൽ ആ സമയം ഉണ്ടായിരുന്നത്. ആ ഇന്ധനം അതിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയധികം വർദ്ധിച്ചത്. കാരണം ഇത്രയും ഇന്ധനം താഴെ ഇടിച്ചത് വമ്പൻ സ്ഫോടനമായിരുന്നു, അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പ്രദേശവാസികൾ 50 പേര് ഇതിൽ മരിക്കാനിടയാതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. പോരാത്തതിന് ഈ വിമാനം പറത്തിയത് 8,000 8,000 മണിക്കൂർ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ് ആണ് എന്നുള്ളതാണ്. അത് പറന്ന് പൊങ്ങിയപ്പോൾ തന്നെ പുള്ളി മെയ്ഡേ അലേർട്ട് കൊടുക്കുകയായിരുന്നു. കാരണം ഇനി ഒന്നും ചെയ്യാനില്ല, ചെയ്യുന്നതെല്ലാം ഞങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. പിന്നെ ആ പൈലറ്റിന് എന്തുകൊണ്ടാണ് സമയം കിട്ടാത്തത് എന്നുള്ള ചോദ്യത്തിന് വെറും 1 മിനിറ്റ് മാത്രമാണ്. അതായത് 650 അടി ഉയരത്തിൽ പറന്നിട്ട് ഉടനെ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കണ്ടു നിൽക്കുന്ന പല ആൾക്കാരും പറയുന്നുണ്ട് വിമാനം പറന്നുയർന്നപ്പോഴേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം വിമാനത്തിന്റെ ഈ ചക്രം പോലും തിരിച്ച് അകത്തേക്ക് കയറി അത് അടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ കണ്ടത്. അപ്പോ എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം? ഈ ദുരൂഹത ആരോപിക്കുന്ന ആൾക്കാർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ രാജ്യത്തിപ്പോ നിരന്തരമായ കപ്പൽ, വിമാനം എന്നിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു സാഹചര്യം? സമീപകാലത്ത് ലോകത്ത് നടന്ന ഏറ്റവും വലിയൊരു വിമാന ദുരന്തമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. ബോയിങ്ങിന്റെ ഒക്കെ ഓഹരി 10% ഇന്നലത്തെ ഒരൊറ്റ സംഭവത്തോടുകൂടി ഇടിഞ്ഞത്. അതൊക്കെ കൂടെ കൊണ്ടായിരിക്കണം അവർ പെട്ടെന്ന് ഇവിടെ എത്തിയത്. വിവിധ തലത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗമടക്കം ആ രീതിയിലുള്ള അന്വേഷണം മുമ്പോട്ട് പോകുന്നു. മറ്റൊന്ന് ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നു. ഇതിൽ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഈ രംഗത്തുള്ള പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ചിലർ പറയുന്നു ഈ ബോയിങ് വിമാനങ്ങളും മറ്റുമൊക്കെ പറന്നു പോകുന്ന ആദ്യത്തെ 3 മിനിറ്റും ലാൻഡ് ചെയ്യുന്ന അവസാനത്തെ 8 മിനിറ്റും
വളരെ നിർണായകമാണ്, അപകടം നിറഞ്ഞതാണ് എന്നാണ് സാധാരണഗതിയിൽ അവർ പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഇപ്പൊ വണ്ടിയൊക്കെ ആയിരുന്നു, ഇല്ല ട്രെയിൻ ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയുമെങ്കിൽ ഇതിന്റെ ഒരു ടെക്നിക്കാലിറ്റി നമുക്ക് വലുതായിട്ട് അറിയില്ല. കാരണം ഈ പൈലറ്റും മറ്റുള്ളവരൊന്നും അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലെ മറ്റുള്ളതൊന്ന് പോസ്റ്റ് ഇടുകയോ ഇന്റർവ്യൂ ചെയ്യുകയോ ഇതുവരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. വളരെ അപൂർവം ചില പൈലറ്റുകളുടെ ഇന്റർവ്യൂസ് മാത്രമാണ് നമ്മൾ ആകെ ലൈഫിൽ കണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു കാര്യം അതിൽ പറയുന്നു. ഒരു കാര്യം ധനുഷ് പറഞ്ഞതിനകത്ത് ചിന്തിക്കുന്നവർക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. കാരണം ലോകത്ത് ഈ 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അമേരിക്കയിൽ ചറവറ വിമാന ദുരന്തങ്ങളായിരുന്നു. അത് വലിയ അതെ വിമാനങ്ങളായിരുന്നില്ല, ചെറിയ വിമാനങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ പറന്നു പൊങ്ങുമ്പോൾ കൂട്ടിയിടിക്കുന്നു, അല്ലാതെ അങ്ങനെ തകർന്നു ഇങ്ങനെ തകർന്നു, അങ്ങനെ പലയിടത്തും ഉം. ഉണ്ടാകുന്നു. പിന്നെ അതിന്റെ കാര്യങ്ങളൊന്നും കേട്ടില്ല. ഇപ്പൊ ഈ വിമാനത്തെ സംബന്ധിച്ച് ഈ ബ്ലാക്ക് ബോക്സ് അതാണല്ലോ വിമാനത്തെ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ തരുന്ന ഒരു പ്രധാന സാധനം. അതെ അത് ലഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തത വരും. ഇപ്പൊ ഇതിനകത്ത് ദുരൂഹതയുടെ ഒരാഴ്ചയാണ് ഇപ്പോൾ കടന്നുപോയത്. ധനുഷ് അതെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് കപ്പലുകൾ, ഒന്ന് തീ പിടിക്കുന്നു, മറ്റൊന്ന് തകരുന്നു. അത് രണ്ടും ശ്രദ്ധേയമായ ഒരു കാര്യം കേരളത്തിലാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് അത് കേരളത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അവിടെയും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. വിഴിഞ്ഞം എന്ന് ഉം, പറയുന്നത് ഉം, ഉം. നമ്മളുടെ ഒരു ഇന്റർനാഷണൽ പോർട്ടാണ്. അതായത് പല അതെ രാജ്യങ്ങളെയും വിരള പിടിപ്പിക്കുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞം, ചൈന അടക്കം. അതെ കാരണം വിഴിഞ്ഞത്തിൽ പോർട്ട് വരുന്നതോടുകൂടി പല രാജ്യങ്ങളുടെയും ചരക്ക് ഗതാഗതത്തിന്റെ ഒരു പ്രധാന ഹബ്ബായി വിഴിഞ്ഞം മാറുന്നു. അപ്പൊ വിഴിഞ്ഞത്തെ ലക്ഷ്യം യെസ് വെച്ചുകൊണ്ടുള്ള എന്തോ ഒന്നാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ സംശയിക്കുന്നത് തെറ്റ് പറയാൻ കഴിയില്ല. അതെ അപ്പോ അത് അങ്ങനെ നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിമാനം. പിന്നെ ധനുഷ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതുപോലെ 1 മാസം മുമ്പ് ഈ വിമാനത്തിന്റെ ഒരു തകരാറുകളും സാങ്കേതിക പ്രശ്നങ്ങളും ഇത് എയർ ഉം. ഇന്ത്യയിൽ ആദ്യമായി കേൾക്കുന്നതല്ല. പലപ്പോഴും എയർ ഇന്ത്യയിലെ യാത്രക്കാർ കിടന്ന് ബഹളം വെക്കുന്നതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും എയർ ഇന്ത്യ പറക്കാതിരിക്കുന്നതുമായിട്ടുള്ള അനവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എയർ ഇന്ത്യയിലെ ഉം. ജീവനക്കാര് പണിമുടക്കിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടാറ്റ ഈ കമ്പനി ഏറ്റെടുക്കുമ്പോൾ, ആദ്യം ടാറ്റയുടേതായിരുന്നു, പിന്നീട് സർക്കാരിന് കൊടുത്തു, സർക്കാരിൽ നിന്നും ടാറ്റ ഇത് ഏറ്റെടുക്കുമ്പോൾ വലിയ ബാധ്യതയുള്ള ഒരു വിമാന കമ്പനിയായിരുന്നു. എന്തുകൊണ്ട് അതിന് ബാധ്യത വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലാകാലങ്ങളിൽ അതിനുള്ള മാറ്റങ്ങൾ വരുത്താതെ ഇതിൽ പോകേണ്ട ആളുകളെല്ലാം തന്നെ മറ്റ് വിമാന കമ്പനികളെ ആശ്രയിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് എയർ ഇന്ത്യ ഒരു വെള്ളാനയായി മാറുകയായിരുന്നു. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് സർക്കാർ നേരിട്ട് നടത്തിയിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. അപ്പൊ അതിൻ്റെതായ എല്ലാ കുറവുകളും, അപ്പൊ അത് ഏറ്റെടുക്കുകയായിരുന്നു ടാറ്റ ചെയ്തത്. പക്ഷെ ഏറ്റെടുത്തതിന് ശേഷം അതിന്റെ ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ ടാറ്റയ്ക്ക് കഴിയുകയും ചെയ്തിരുന്നു. കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ പിന്നെ നമ്മൾ അധികം കേട്ടിട്ടില്ല. ഈ യാത്രക്കാർ ബഹളം വെക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ പിന്നെ ജീവനക്കാരുടെ പണിമുടക്ക്, മിന്നൽ പണിമുടക്ക്, അതൊന്നും പിന്നീട് നമ്മൾ അധികം കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പ്രത്യേകിച്ച് ടാറ്റയ്ക്ക് എതിരെ വലിയ പ്രക്ഷോഭങ്ങളും ടാറ്റയെ തന്നെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കണമെന്ന് പറഞ്ഞ മതമൗലികവാദിക സംഘടനകൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ അല്ല സംഭവിക്കുന്നത്. ഇതിന് തൊട്ട് സുഡാപ്പികൾക്ക് പിന്നാലെ എത്തിയ സുഡാപ്പികൾക്ക് സന്തോഷമായി കേട്ടോ. ഇന്നലത്തെ ഫേസ്ബുക്കിലെ കമന്റുകൾ മുഴുവൻ ഇവർ ആഹ്ലാദവും ആനന്ദവും പറയുക. കാരണം ടാറ്റയ്ക്ക് പണി കിട്ടി, കണ്ടില്ലേ ഇതാണ് ദൈവമുണ്ടെന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഒരു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട, ഫലസ്തീനിൽ അവിടെ പിഞ്ചു കുട്ടികൾ പോലും മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാണ് നമ്മുടെ ഈ ഒരു കോണ്ടക്സ്റ്റിനകത്ത് പറയുന്നത് എനിക്ക് യാതൊരുവിധ അറിവുമില്ല. എന്തുണ്ടെങ്കിലും ഈ ഇതുമായിട്ട് കൂട്ടിക്കെട്ടുക എന്നുള്ളതാണ് ഉമ്മാരുടെ പ്രധാനപ്പെട്ട പണി. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും നമ്മൾ ഒരുമിച്ച് അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങൾ വരുമ്പം ഉടനെ യവന്മാര് എടുത്തുകൊണ്ട് അങ്ങ് മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉമ്മാരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ അംബേദ്കറുടെ ഒരു പുസ്തകമുണ്ട്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. ഈ അംബേദ്കറെയൊക്കെ എടുത്ത് ഉമ്മാര് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഈ അംബേദ്കർ ഉമ്മാരെ കുറിച്ച് പറഞ്ഞൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്റെ ബീച്ചോട്ടായി വേണമെങ്കിൽ അതിൽ ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. അംബേദ്കർ ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യുവമാർക്ക് രാജ്യസ്നേഹം ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ആ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ. ആ പുസ്തകം ഇപ്പൊ ഇറക്കുന്നില്ല ആരും. അത് ആകപ്പാടെ കുരുക്ഷേത്ര ബുക്സ് മാത്രമാണ് ഇപ്പൊ അത് ഇറക്കുന്നത്. അതിനകത്ത് പറയുന്നത് ഇവർക്ക് രാജ്യസ്നേഹം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്കുള്ളത് ഒരു മൊത്തത്തിലുള്ള ഒരു മുസ്ലിം ബ്രദർഹുഡ് ആണ്. അതുകൊണ്ട് ഇവർക്ക് ഒരിക്കലും ആ യൂണിറ്റി ഉണ്ടാവും, അല്ലാതെ രാജ്യത്തോട് ഇവർക്ക് ഒരു കൂറും കാണത്തില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അല്ല, അത് കൂടാതെ തന്നെ വലിയൊരു ക്യാമ്പയിൻ ഇന്നലെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇന്ത്യയുടെ എയർ ഇന്ത്യ ബഹിഷ്കരിക്കും, പകരം സൗദിയുടെ എയർലൈൻസുകൾ നിങ്ങൾ യാത്രയ്ക്കായി ഉപയോഗിക്കൂ എന്നുള്ളത്. ഉം. അതായത് ഈ രാജ്യത്ത് കിടന്നിട്ട് ഈ രാജ്യത്തിന്റെ എല്ലാ സൗജന്യങ്ങളും തന്നെ പറയണം. ഞാനും ധനുഷും ഈ കാണുന്ന പ്രേക്ഷകരും ഒക്കെ രാജ്യത്തിന്റെ സൗജന്യങ്ങളിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മൾ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ പണം ഉം. ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം ഈ രാജ്യത്ത് നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം വലിയ വീതിയുള്ള റോഡുകൾ വേണം, അതിന് കോടിക്കണക്കിന് രൂപ വേണം. അത് നമ്മുടെ പണം കൊണ്ടല്ലല്ലോ. ഈ രാജ്യത്തെ എല്ലാ അതെ ജനങ്ങളോട് അതെ ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും കൂടി ഒരു സൗജന്യം, ദയ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. എന്റെയും എല്ലാവരുടെയും പൈസയാണ് അതിൽ. അപ്പം അതെ അങ്ങനെയുള്ള അതെ കാര്യങ്ങൾ ഈ രാജ്യത്തുണ്ട്. നമുക്ക് ട്രെയിൻ യാത്ര ചെയ്യാൻ, ഫ്ലൈറ്റ്, ഇതൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റും ട്രെയിനും ഒന്നും വാങ്ങാൻ പറ്റില്ല.
അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്ര ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുമ്പോൾ എത്ര ലക്ഷം രൂപ ഒരു സർക്കാർ ചെലവഴിക്കുന്ന ആ കുട്ടിക്ക് വേണ്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് പഠിച്ചിറങ്ങുമ്പോൾ, ഞാൻ പറയുന്ന മാനേജ്മെന്റ് കോളേജ് പഠിക്കുന്ന പിള്ളേരുടെ കാര്യമല്ല പറഞ്ഞത്, മറ്റു കുട്ടികളുടെ കാര്യം പറഞ്ഞു. പഠിക്കാൻ മിടുക്കരായ മറ്റ് ഈ എൻട്രൻസ് എഴുതി പോകുന്ന കുട്ടികൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് വേണ്ടി ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സർക്കാരാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ വലിയവനും ചെറിയവനും എന്നുള്ളത് എല്ലാവരുമാണ്. ഇതിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും അങ്ങനെ ഒരു സർക്കാർ അത് ആരുമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ആ സർക്കാരിന്റെ സേവനങ്ങൾ നമുക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷെ ആ അവകാശപ്പെട്ടതെല്ലാം വാങ്ങിയെടുത്തുകൊണ്ട് അതിലപ്പുറത്തേക്കുള്ള അവകാശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അർഹതയില്ലാത്തത് പോലും നമ്മൾ സ്വീകരിക്കാറുണ്ട് പലപ്പോഴും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ സത്യങ്ങളും വെളിച്ചത്ത് വരും. അങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ട് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ, ഈ രാജ്യം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും മതമൗലികവാദികളാണ്. അവർ പറയുന്നു, അവരെ ആളുകൾ സൈഡ് ചെയ്യുന്നു, ഞങ്ങളെ ആൾക്കാർ സൈഡിലേക്ക് ഒതുക്കുന്നു എന്ന് പറയുന്നതിന് കാരണം ഇവര് തന്നെയാണ് ഇവർക്കുള്ള കുഴി വെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പഹൽഗാമിന് ശേഷം ഒന്ന് ഒതുങ്ങി, കാരണം അവർക്ക് നന്നായി അറിയാം, ഇവർക്ക് അറിയാം കൃത്യമായിട്ടത്, നന്നായിട്ടൊന്ന് ഒതുങ്ങി. കാരണം ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നുള്ളത്. വീണ്ടും എയർ ഇന്ത്യക്കെതിരെയാണ് ഈ വന്നിരിക്കുന്നത്. ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ അതിന് ഇതേ രീതിയിൽ വന്നാൽ അത് എന്താകും അവസ്ഥ? അതൊരു വലിയ അവസ്ഥ. ഇനി ഒരു കാര്യം കൂടെ ഞാനിവിടെ പറയുന്നു, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരവാദ എലിമെന്റ് ഈ വിമാനാപകടത്തിൽ ഉണ്ടെങ്കിൽ എന്താകും ഈ പറയുന്ന പോസ്റ്റ് ഇട്ടവന്റെ അവസ്ഥ? ഈ പറയുന്ന ഇതിന് കുഴലൂതിയവന്റെ അവസ്ഥ എന്താകും? അവന്റെ സംഘടനയുടെ അവസ്ഥ എന്താകും? അതിനൊരു സൈന്യത്തിന്റെ ആവശ്യം ഈ രാജ്യത്തിനില്ല. അതിനൊക്കെ സുസംഘടിതമായ ഒരു ജനസമൂഹം ഈ രാജ്യത്തുണ്ട്. ആ അവസ്ഥയിലേക്ക് ഒരു വിഭാഗത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കാലാകാലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. ഇത് കുറച്ചുപേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആ വിഭാഗത്തിൽ തന്നെയുള്ള കുറച്ചുപേര് ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇത് അപകടകരമാണ്, ഇവര് നമ്മളെ കൊണ്ടുപോയി കുരുതി കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പൊ ഇത് ഇവരുടെ ഒരു രീതിയാണ്. ഇവർക്ക് എന്താണ് ധാരണ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും. കാരണം ഒന്ന്, സനാതന മതം എന്ന് പറയുന്ന ഒരു മതത്തെ നശിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഇവിടെ 800 വർഷം ഭരിച്ചില്ലേ മുഗളന്മാര്, പറ്റിയോ എന്തെങ്കിലും? അന്ന് നമ്മളൊരു ഇന്ത്യ പോലും അല്ലായിരുന്നു. 200 വർഷം ഭരിച്ച ബ്രിട്ടീഷുകാർക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഈ സനാതന മതം ഒരിക്കലും അതാണ് സനാതന മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ അതിന്റെ സിസ്റ്റം അങ്ങനെയാണ്. അത് ആര് വിചാരിച്ചാലും പൊളിക്കാനോ തകർക്കാനോ കഴിയില്ല. അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത സമയത്ത്, ഇല്ലെങ്കിൽ നമ്മൾ ചിന്ന ഭിന്നമായിരുന്ന സമയത്തൊക്കെ നടക്കണമായിരുന്നു. ഇനി ഒട്ടും നടക്കില്ലത്. കാരണം ഇപ്പൊ ഭയങ്കര അവബോധം അതിനെ കുറിച്ച് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ എന്താണ് പറയുക, അപ്പൊ അത് നടക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെ പോണം. ഇപ്പൊ യസീദികളെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ISIS വന്നു, യസീദികളെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഇട്ടു, അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, എന്നിട്ട് അവരില്ലാതായോ? അവരിപ്പോ കുറച്ചുകൂടെ ശക്തമായിട്ട് മുമ്പോട്ട് വരുന്നു. അങ്ങനെ നമുക്കൊരു മതത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഒരു ആശയത്തെ, പ്രത്യേകിച്ച് മതപരമായ ആശയങ്ങളെ നമുക്ക് ഒരിക്കലും ഒരാളുടെയും ഇല്ലാതാക്കാൻ കഴിയില്ല. നിർബന്ധിതമായി നമുക്ക് മതപരിവർത്തനം നടത്താം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ആശയങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. അത് പാർട്ടിയുടെ ആയാലും, ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP-കാരനായിക്കോട്ടെ, അവന്റെ ആശയത്തിലാണ് ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തതെങ്കിൽ ആ ആശയത്തെ നമുക്ക് തകർക്കാനേ കഴിയില്ല. അതിപ്പോ എങ്ങനെ പോയാലും അവൻ ആശയത്തിനോടൊപ്പം തന്നെ നിൽക്കും. അതിലിപ്പോ പക്ഷെ അവന്റെ നേതാവ് അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അവൻ അതൊന്നുമല്ല അവന്റെ നോട്ടം. അവന്റെ ആശയം എന്താണോ അതിനെ ഉയർത്തിപ്പിടിച്ചു നിൽക്കും. അപ്പൊ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ടതായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിപ്പം നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം മാത്രമല്ല, ചില മാധ്യമങ്ങളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇത്തരത്തിലുള്ള ചില ഹിന്റുകൾ അടങ്ങിയ വാർത്തകൾ വരുന്നു. ഇത് അന്വേഷിക്കണമെന്ന്. അതായത് നമ്മൾ പറയുന്നില്ല ഇത് ഭീകരവാദമാണെന്നോ അങ്ങനെയുള്ള എലിമെന്റ് ഉണ്ടെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. കാരണം നമ്മുടെ രാജ്യം എന്താണോ പറയുന്നത് അതാണ് നമുക്ക് വിശ്വാസം വരുന്ന കാര്യം. പക്ഷെ ഇങ്ങനെ അടിക്കടി ഒരു ദുരൂഹത ഉണർത്തുന്ന ചില അപകടങ്ങൾ നമ്മളുടെ തീരത്തും ആകാശത്തും നടക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിമാനത്തിന്റെ തന്നെ 1 മാസം മുമ്പ് നടന്ന ഈ ടെക്നിക്കൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വലിയ ചർച്ചയായി മാറിയതാണ്, വലിയ പ്രശ്നമായി മാറിയതാണ്. അതിനകത്തൊരു ഗൗരവതരമായ ഒരു അന്വേഷണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് ടാറ്റ കമ്പനി ഉൾപ്പെടെ അതിനൊരു വിശദീകരണം നൽകേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് ഉണ്ടായേക്കാം. ഏതായാലും ഈ വിമാന ദുരന്തത്തെ സംബന്ധിച്ച് അന്താരാഷ്ട്ര ഈ രംഗത്തുള്ള വ്യോമയാന മന്ത്രാലയങ്ങളും വിമാന സർവീസ് കമ്പനികളും പറയുന്നത് ഇതിനകത്ത് വേറെ ഭീകരവാദ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് അവരുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നത്. ഞാനൊന്ന് നോക്കിയിരുന്നു, എല്ലാ മാധ്യമങ്ങളും നോക്കുമ്പോൾ അവരുടെ ഇന്റർനാഷണൽ എല്ലാ വിദഗ്ധരും എല്ലാവരും ഏകകണ്ഠമായിട്ട് പറയുന്നത് ഇതിനകത്ത് ഒരു ഭീകരവാദത്തിന്റെ ഒരു സൂചന ഇല്ല. കാരണം എല്ലാ രാജ്യങ്ങളിലെയും വിമാന കമ്പനികൾക്കും വ്യോമയാന മന്ത്രാലയത്തിനും ഏകദേശം ഒരു ധാരണ ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അവർ പറഞ്ഞ് ഇങ്ങനെയില്ല, പിന്നെ ടെക്നിക്കൽ ഇഷ്യൂ തന്നെ ആകാനാണ് സാധ്യത എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ നേരത്തെ ധനുഷ് സൂചിപ്പിച്ച കണക്ക് ഈ ഇന്ധനം
വളരെ കൂടുതലാണ്. കാരണം ഇങ്ങനെ അപകടം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ പൈലറ്റ് ഈ വിമാനം പല റൗണ്ട് പറത്തി ഈ ഇന്ധനത്തിന്റെ തോത് കുറയ്ക്കും. ഇതിന്റെ അളവ് 1,00,000 ലിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 50,000 25,000 ആക്കിയിട്ട് ക്രാഷ് ലാൻഡിങ് മറ്റോ നടത്താം. പക്ഷെ അതിനുള്ള സമയം കിട്ടില്ല. ഏതാണ്ട് പറന്നുയർന്ന് 27 സെക്കൻഡിനകം തകർന്ന് വീഴുകയായിരുന്നു. അതായത് ഈ പൈലറ്റിനൊന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം പൈലറ്റിന് ചിന്തിക്കാൻ ഒന്നും ചെയ്യാനില്ലാതായിപ്പോയി. 27 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അല്ല, മെയ്ഡേ സിഗ്നൽ കൊടുത്തു എന്ന് പറയുമ്പോഴോ, മെയ്ഡേ സിഗ്നൽ എന്ന് അത് പറഞ്ഞു രണ്ടു കഴിഞ്ഞാല് വട്ടമാണ് കൊടുത്തത്. ഒന്ന് രണ്ടു വട്ടം കൊടുത്തു എന്ന് പറയുന്നത്, അതായത് ഇനി ഒന്നും ചെയ്യാനില്ല, 2 എഞ്ചിനുകളും ഓഫായി കഴിഞ്ഞു. 2 എഞ്ചിനുകൾ ഓഫായി ഓഫായി കഴിഞ്ഞു. കഴിഞ്ഞു. ബെല്ലി ലാൻഡിങ്ങിന്റെ പോലും സാധ്യതയില്ല, ഇത്രയും ഇന്ധനമുണ്ട്. അത് പൈലറ്റ് പറയുന്നത് ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് വീഴുന്നിടത്ത് വീഴും, സംഭവിക്കേണ്ടത് സംഭവിക്കും എന്നുള്ളതാണ് ആ സിഗ്നലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് ലഭിച്ചപ്പോൾ 2-3 വട്ടം അത് ലഭിച്ചപ്പോൾ പിന്നെ ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പൈലറ്റിനും ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാണ് എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ഞാൻ കാണുന്ന ഒരു സംഭവം, ഇത് തകർന്നു വീണ പ്രദേശം അത് വലിയൊരു ജനവാസ മേഖല കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടുകൂടെ അവര് ഒന്നും അറിയാത്ത ആൾക്കാരല്ലേ. ഇപ്പോൾ ഈ BG ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉച്ച സമയമായിരുന്നു. ഉച്ചയ്ക്ക് അവര് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വലിയൊരു ദുരന്തം അവർക്ക് മേലെ സംഭവിക്കുന്നത്. അവര് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് എനിക്കത് കേട്ടപ്പോൾ വലിയ വിഷമമായി പോയി. ഇതിനത് ഇന്നലെ രാത്രിയിൽ കണ്ട ഒരു ലേഖനത്തിൽ കണ്ടത് ഈ മെയ്ഡേ എന്നുള്ളത് 3 തവണയാണ് സാധാരണഗതി പൈലറ്റ് പറയാറുള്ളത്. പക്ഷെ ഇത് 2 തവണ പറയാനുള്ള ഒരു സമയം അദ്ദേഹത്തിന് കിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ ദാരുണമായ സംഭവം നടന്നു. ഇത് പറയുമ്പോഴത്തേക്കും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാറുള്ളതാണ്. അതായത് ചുറ്റുമുള്ള വിമാനങ്ങൾ ഒന്നുകിൽ വഴിതിരിച്ചു വിടുക, ഇല്ലെങ്കിൽ കൂടുതൽ ഇവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മറ്റു രാജ്യങ്ങൾ. ഇതിനകത്ത് ഇങ്ങനെയുണ്ട്, ഈ വിമാനത്തിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്ന എല്ലാ രാജ്യങ്ങളും, അതിപ്പോ ഈവൻ പാകിസ്ഥാൻ, പക്ഷെ പാകിസ്ഥാൻ ഈ അടുത്ത് നമ്മുടെ ഒരു വിമാനത്തിന് ക്രാഷ് ലാൻഡിങ്ങിനുള്ള അനുമതി നിഷേധിച്ചായിരുന്നു ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ. പക്ഷെ അങ്ങനെ അല്ല, ഏത് ശത്രുരാജ്യമാണെങ്കിൽ പോലും നമ്മളത് ചെയ്യാറുണ്ട്, ചെയ്യണം എന്നുള്ളതാണത്. എല്ലാവരും ചെയ്യാറുമുണ്ട്, അതിനകത്ത് എല്ലാ സഹായവും ചെയ്യും. പക്ഷെ അതിനുള്ള ഒരു സമയവും ഇതിന് കിട്ടിയില്ല എന്നുള്ളതാണ്. അത് തന്നെയല്ല, നമുക്ക് ഇതിന്റെ പൈലറ്റിന് എന്ന് വെച്ചാൽ ഏറ്റവും വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പൈലറ്റാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു പൈലറ്റാണ്, എല്ലാമാണ്. അപ്പോൾ ഒരുപക്ഷെ സാങ്കേതിക പിഴവുകളിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇനി ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ദുരൂഹതകൾ ആരോപിക്കുന്നവർക്ക് തെറ്റ് പറയാൻ കഴിയില്ല. ഇപ്പൊ ആരെങ്കിലുമൊക്കെ അങ്ങനെ പോസ്റ്റ് ഇട്ടാലോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഭീകരവാദികളാണെന്നോ ഭീകരപ്രവർത്തനമാണെന്നോ ഒക്കെ പറഞ്ഞാൽ നമുക്കത് തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷെ ഒരുപാട് കോൺസ്പിറസി തിയറികൾ ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ, ഒരു 5 ദിവസത്തിനുള്ളിൽ കൃത്യമായ ഒരു ചിത്രം പുറത്തു വരും. അത് വ്യോമയാന മന്ത്രാലയം തന്നെ എനിക്ക് തോന്നുന്നത് ഇന്നോ നാളെയോ ആയിട്ട് ഇതിന്റെ ഒരു പ്രാഥമിക വിവരം പുറത്തു വിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യോമയാന മന്ത്രാലയം അത് പറയും. അതുകൂടാതെ തന്നെ വിശദമായ ഒരു റിപ്പോർട്ട് അധികം വൈകാതെ പുറത്തു വരും എന്നുള്ളതാണ്. കാരണം വേറൊരു വിഷയം കൂടി ഉണ്ട്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മാത്രമല്ല, ലോകത്തെ ഇത് അറിയിക്കേണ്ട ഒരു കടമ കൂടെ നമ്മുടെ രാജ്യത്തിനുണ്ട്. കാരണം ഇതൊരു വിമാന സർവീസാണ്, നമ്മുടെ രാജ്യക്കാർ മാത്രമല്ല ഇതല്ലെങ്കിലും ലോകത്തെ നമ്മൾ അറിയിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇതില് 53 പേര് UK പൗരന്മാരാണ്, 7 പേര് പോർച്ചുഗൽ പൗരന്മാരാണ്. അങ്ങനെ ലോകരാജ്യത്തുള്ള സകല ആൾക്കാരും ഇതിനകത്തുണ്ടായിരുന്നു. 160 സംതിങ് പേരാണ് ഇന്ത്യക്കാരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആണത്. അപ്പോൾ ഇത് എല്ലാ ലോകരാജ്യങ്ങളും ഇതിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ലോകരാജ്യങ്ങൾ അറിയിച്ചില്ല. അവരുടെ സംഘങ്ങളും വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ. ബോയിങ്ങിന്റെ തന്നെ ടീം ഇപ്പോൾ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു, എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കാനായിട്ട്. പോരാത്തതിന് ഈ UK നിന്നൊരു അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാവുന്നു. പിന്നെ പോർച്ചുഗൽ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നു. പക്ഷെ അവരുടെ സംഘം എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതായിട്ട് നമ്മൾ തന്നെയാണ് ഇതിൽ അന്വേഷണം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പല ആൾക്കാരും ഈ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. പല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഇത് ചില ആൾക്കാരൊക്കെ പറയുന്നത് ഇത് നമ്മുടെ ഈ വിമാനത്താവളങ്ങളിൽ പാക് ചാരന്മാരെ വിന്യസിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് അവരുടെ സംസാരം പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യം മുൻനിർത്തിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ആഭ്യന്തരമായിട്ട് നമ്മുടെ ഇതിനകത്ത് തന്നെ എങ്ങനെ പറയുന്നു, ഈ രാജ്യത്തിനകത്ത് തന്നെ ശത്രുക്കളുള്ള കാലമാണ്. എത്ര പാക് ചാരന്മാരെയാണ് ഇതിനകത്ത് നമ്മൾ പിടിച്ചത്. ഇപ്പൊ ജ്യോതി മൽഹോത്ര അടക്കമുള്ള ആൾക്കാർ, വേറെ കുറെ ആൾക്കാർ അടക്കമുള്ള എത്ര പേരെ നമ്മൾ ഇതിനകത്ത് നിന്ന് പിടിച്ചു. അപ്പോൾ ഒരുപാട് പേരെ നമ്മൾ പിടിച്ചൊരു സാഹചര്യത്തിൽ കൂടെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ വിമാനത്തിന്റെ ഇത് പറയുമ്പോൾ, ഈ പാക് ചാരന്മാരുടെ കാര്യം പറയുമ്പോഴും, പിന്നെ അടുത്തത് ഇവർ പറയുന്നത് ഈ വിമാനത്തിന്റെ ഈ സവിശേഷതകളും കാര്യങ്ങളും ഒന്നും അറിയാതെ ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നുന്നു. കാരണം സിന്ദൂറൊക്കെ നടന്നൊരു സമയമല്ലേ,
എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ ഈ വൈമാനിക വിദഗ്ധരൊക്കെ പറയുന്നത് ഇത് പക്ഷി ഇടിച്ചായിരിക്കാം പ്രധാനമായിട്ടും ഈ വിമാനത്തിന് ഒരു തകർച്ച സംഭവിച്ചതെന്നുള്ളതാണ്. ഈ ബോയിങ് വിമാനത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ഞാൻ ഇന്നലെ അതിന്റെ സ്പെസിഫിക്കേഷൻസ് വായിച്ചപ്പോൾ ഈ പക്ഷി ഇടിച്ചു കഴിഞ്ഞാൽ ഈ വിമാനം ഇത്തരത്തിൽ തകരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒരു ഇതുകൂടെയുണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രം കൂടെയുണ്ട്. പക്ഷി ഇടിച്ച് ഈ വിമാനങ്ങൾ പല ഭാഗത്തായിട്ട് ഇങ്ങനെ വീണിരിക്കുന്ന ഒരു ചരിത്രം കൂടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ വിമാനത്തിന്റെ ഫ്ലാപ്പ് ഓപ്പൺ ആയി തന്നെ ഇരുന്നു എന്നുള്ളതാണ്. ഈ വിമാനത്തിന്റെ ഈ ചിറകിൽ ഒരു ഫ്ലാപ്പ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ആയി ഇല്ലെന്നോ ഓപ്പൺ ആയി ഇരുന്നോ എന്തോ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ വിമാനത്തിന്റെ ഈ ടയർ അകത്തേക്കായില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരിങ്ങനെ പ്രധാനമായിട്ടും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കേന്ദ്രത്തിന്റെ ഒരു അന്വേഷണം നടക്കും. അപ്പൊ കേന്ദ്രം അന്വേഷിക്കുമ്പോൾ അവരെല്ലാ രീതിയിലും അന്വേഷിക്കുമെന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം അവരെല്ലാ തലത്തിലും അന്വേഷിക്കും. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ: ഒന്ന് എഞ്ചിൻ തകരാറാണ്, പിന്നെ ഈ പക്ഷി ഇടിച്ച കാര്യം അന്വേഷിക്കും, പിന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കും, പിന്നെ ഇതിനകത്തുള്ള സകല ആൾക്കാരെയും ചോദ്യം ചെയ്യും. അപ്പൊ ആ പൈലറ്റ് പോലും ഇല്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയാവുന്ന ഒരേ ഒരു വ്യക്തി ആ പൈലറ്റായിരുന്നു. ആ പുള്ളിക്കാരൻ മരിച്ചുപോയി. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള അന്വേഷണങ്ങളിൽ മാത്രമേ പല കാര്യങ്ങളും കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ആ ഒരു തലത്തിൽ കൂടെ കേന്ദ്രം അന്വേഷിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ബിജേട്ടൻ പറഞ്ഞതനുസരിച്ച് ഇതിനകത്ത് ഈ ഭീകരവാദത്തിന്റെ എന്തെങ്കിലും ഒരു എലമെന്റ്, അങ്ങനെ ഇല്ലാതിരിക്കട്ടെ, എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അത് വളരെ വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമായിരിക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ കൂടെയാണ് ഭരിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ഇപ്പൊ നമുക്ക് ഈ ദുരന്തത്തിൽ അനുശോചിക്കുക, നമുക്ക് ഇതുവരെ ലഭ്യമായ പ്രാഥമിക വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കിത് വിശദമായിട്ട് തന്നെ അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും നൽകുന്നത് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. കാരണം ആർക്കും ഇതിനെക്കുറിച്ച് കൃത്യതയും വ്യക്തതയും ഇല്ല. അതുകൊണ്ട് തന്നെ ആരും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുമില്ല. നമ്മൾ പത്രത്തിലേക്ക് തന്നെ അങ്ങനെ ഒരു ഊഹാപോഹങ്ങളിലേക്ക് പോകണ്ട എന്നൊരു നിലപാടാണ് നമുക്ക് എല്ലാ കാര്യത്തിലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം, കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരട്ടെ, ഒരു വ്യക്തത വരട്ടെ, വന്നതിട്ട് നമുക്ക് അതിനെ അവലോകനം ചെയ്യാം. പക്ഷെ ഇതിന്റെ ഈ സാങ്കേതിക തകരാറും മറ്റുമൊക്കെ ആണെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതായാലും ഇന്നോ നാളെയോ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പത്രക്കുറിപ്പ് ഉണ്ടാകും, ഒരു വിശദീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.